ങ്ങളിലേക്ക് നമ്മൾക്ക് തിരികെ എത്താം, വിനയയിലേക്ക് തിരികെ എത്താം. അർജുന്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ റിയാസ് KM ചേരുന്നു, ഞങ്ങളുടെ പ്രതിനിധി. റിയാസ് KM, അവിടെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഇനി നടക്കാനുള്ളത്? ഈ മൃതദേഹം, അത് DNA പരിശോധന, അതിൻ്റെ നടപടിക്രമങ്ങൾ, അതിനുശേഷം വീട്ടുകാർക്ക് വിട്ടുകിട്ടുന്നതടക്കമുള്ള കാര്യങ്ങളാണ് അറിയാനുള്ളത്. വീട്ടിൽ നിന്ന് പങ്കുവെക്കാനുള്ളത് എന്തൊക്കെയാണ്? MS ഇവിടെ കണ്ണാടിക്കലിലെ വീട്ടിൽ വലിയ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അർജുൻ്റെ വിയോഗം, അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയത് നമുക്ക് സാങ്കേതികമായി അതിനെ ഒരു ആശ്വാസം എന്ന് പറയാമെങ്കിലും ഒരു വീടിനെ സംബന്ധിച്ച് അവരുടെ എല്ലാമായ പ്രിയപ്പെട്ട ഒരു പുത്രനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 71 ദിവസം ഒരു പിതാവ് കണ്ണാടിക്കലിലെ ഈ വീട്ടുവരാന്തയിൽ സ്വന്തം മകന് വേണ്ടി എന്തെങ്കിലും തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരു കാഴ്ച പലതവണ നമ്മൾ കണ്ടതാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് കൊടുത്തതുമാണ്. പ്രേമൻ എന്ന് പറയുന്ന ആ പിതാവിൻ്റെ ദൂരെ മകനെയും കാത്തിരിക്കുന്ന ഒരു അച്ഛൻ്റെ ഒരു ദയനീയമായൊരു മുഖം, വേദനയോടുകൂടി മകന് വേണ്ടി കരഞ്ഞ് തളർന്നിരിക്കുന്ന അമ്മ ഷീലയുടെ മുഖം, ഇതിനെയെല്ലാം ആർജവത്തോടുകൂടി നേരിടുമ്പോഴും മനസ്സിൽ തേങ്ങലോടെ വിതുമ്പിലോടെ നിൽക്കുന്ന മുതിർന്ന സഹോദരി അഞ്ജുവും ഇളയ സഹോദരി അഭിരാമിയും അടക്കമുള്ളവർ, സ്വന്തം ജ്യേഷ്ഠൻ അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞ് മനസ്സ് തകർന്നു പോയ അനുജൻ അഭിജിത്ത് അടക്കമുള്ള കുടുംബം, അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ഈ മാസം ആദ്യം ഈ ബാങ്കിൽ അവർക്ക് ജോലി, വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ അവർക്ക് ജോലി ലഭിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോഴും ഈ ബാങ്കിൽ ജോലി ലഭിച്ചപ്പോഴും അവർ അവിടെ പ്രവേശനത്തിനായി ആ ജോലിയിൽ പ്രവേശിക്കാൻ എത്തിയ കാഴ്ച വളരെ കണ്ണീരോടുകൂടി മനസ്സിൽ അർജുനെ ധ്യാനിച്ചുകൊണ്ട് ആ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്ന കാഴ്ച ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അർജുൻ്റെ 2 വയസ്സ് മാത്രമുള്ള പിഞ്ചു മകൻ, അവരുടെയൊക്കെയുള്ള കാത്തിരിപ്പിനാണ് ഇന്ന് അറുതിയായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ DNA പരിശോധനാ ഫലം പുറത്തു വരണം. ആ പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം മൃതദേഹം ഇവർക്ക് വിട്ടുകിട്ടണം. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനാണ് ഇതിനെല്ലാം ഓടി നടന്ന് അവിടെ ശിരൂരിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. അർജുനെക്കുറിച്ച് നാട്ടുകാരടക്കമുള്ളവർ, നമ്മൾ അല്പം മുൻപാണ് അയൽവാസിയായ KK രവീന്ദ്രനുമായി സംസാരിച്ചത്. ഇദ്ദേഹം ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ ഈ അർജുനെ കാണാതായ നാൾ മുതൽ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഓടി നടക്കുന്ന നാട്ടുകാരിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അർജുൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു തന്ന ഒരാളാണ് പ്രളയകാലത്ത്. അങ്ങനെയുള്ള ചെറുപ്പക്കാരിൽ എന്തിനും നല്ല പുണ്യപ്രവർത്തിക്ക് മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് അർജുൻ. ആ ഒരു വ്യക്തിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നൊരു വേദന നാട്ടുകാർ പങ്കുവയ്ക്കുന്നു. അങ്ങനെ നാടിന് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. മഞ്ജു വാര്യർ, ചലച്ചിത്ര താരം മഞ്ജു വാര്യർ അവരുടെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചതുപോലെ വേദന ഏറെയുണ്ടെങ്കിലും അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും മൃതദേഹമെങ്കിലും ലഭിച്ചല്ലോ എന്നൊരാശ്വാസം മാത്രമാണ് എന്ന ആ ഒരു രീതിയാണ് നാട്ടുകാരും. അവർ ആശ്വസിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ വേദന കൊണ്ട് അവർ തേങ്ങുകയാണ്. ഓരോ മലയാളിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായി അർജുനും. കഴിഞ്ഞ 71 ദിനങ്ങളായി ഇവിടെ നിന്നും കണ്ടത് അതേ വേദന, അതിന്റെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ഈ വീട് അത് അന്ത്യകർമ്മങ്ങൾ നടത്താനുള്ള ഒരുക്കം പതിയെ അവർ മാനസികമായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി എപ്പോഴാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക എന്നതിൽ മാത്രമാണ് ഒരു അനിശ്ചിതത്വമുള്ളത്. എന്തായാലും ഇതിനുവേണ്ടി നിരന്തരമായി കർണാടക സർക്കാർ സമ്മർദ്ദം ചെലുത്തിയത് ഇവരിൽ ഒരാൾ KC വേണുഗോപാൽ MP ആണ്. അദ്ദേഹം അല്പസമയത്തിനകം അർജുന്റെ വീട്ടിലേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി അദ്ദേഹം കൂടി വന്നതിന് ശേഷം അദ്ദേഹം മലപ്പുറത്ത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷമാണ് വരുന്നത്. എന്തായാലും ഈ അർജുന്റെ മൃതദേഹം ലഭിച്ചതുമായി ബന്ധപ്പെട്ട അതിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ അവർ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ അറിയിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വീട് ഏറെ ദുഃഖത്തോടുകൂടി ഈ വീടിന്റെ പ്രിയപ്പെട്ട ആ മകനെ കാണാതായതിന്റെ അനിശ്ചിതത്വം അവസാനിച്ചു. പക്ഷേ അത് ആഹ്ലാദകരവുമല്ല, ആശ്വാസകരം എന്ന വാക്ക് സാങ്കേതികം മാത്രമാണ് എന്നാണ് റിയാസ് സൂചിപ്പിക്കുന്നത്. റിയാസിലേക്ക് തിരികെ എത്താം, വിനയയിലേക്ക് പോകുന്നു. വിനയ, 15 മീറ്റർ ആഴത്തിലാണ് ഈ ലോറി കിടന്നിരുന്നത്, അവിടെ നിന്നാണ് ലോറി തിരിച്ചെടുത്തത് എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മളത് പറയുന്നത് ഉചിതമല്ലെങ്കിൽ പോലും